താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾക്കായി തെരച്ചിൽ. പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമെന്ന് ഷഹബാസിന്റെ പിതാവ്. പ്രതികളിൽ പോലീസിന്റെയും അധ്യാപികയുടെയും മക്കൾ. കുറ്റക്കാരായ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ സ്വാധീനമുണ്ടോ എന്നതും അന്വേഷിക്കണമെന്ന് പിതാവ്. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കൾ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രതി അഫാൻ. കൊല്ലാൻ പദ്ധതിയിട്ടത് ബന്ധുവായ അമ്മയെയും മകളെയും. 5 ലക്ഷം രൂപ ഇവരോട് കടം ചോദിച്ചെങ്കിലും നൽകിയില്ല. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും എന്നാൽ അനുജനെ കൊന്നതോടെ താൻ തളർന്നുവെന്നും അഫാന്റെ വെളിപ്പെടുത്തൽ. അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് മാറ്റും. വിദ്യാർത്ഥിനിക്ക് നേരെയുള്ള നായ്ക്കുരണ പ്രയോഗത്തിൽ കേസെടുത്ത് പോലീസ്. കേസ് 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെ. കേസെടുത്തത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ. കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മരിച്ചത് മൊകേരി വള്ളിയായി സ്വദേശി ശ്രീധരൻ. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച് പന്നിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. തിരുവനന്തപുരത്ത് സമരവേദിയിൽ പോലീസ് അഴിച്ച ഷീറ്റ് വീണ്ടും കെട്ടി ആശാവർക്കർമാർ. സമരപന്തലിലെ ടാർപോളിൻ ഷീറ്റ് പോലീസ് അഴിപ്പിച്ചിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ശക്തമാക്കാൻ നീക്കം. രാപ്പകൽ സമരം ഇന്ന് 21ാം ദിനം. എറണാകുളം കളമശ്ശേരിയിൽ വീണ്ടും മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം. രോഗവ്യാപനം ആദ്യം സ്ഥിരീകരിച്ചത് സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ഹരിയാനയിൽ സ്യൂട്ട് കേസിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാൾ. മൃതദേഹം കണ്ടെത്തിയത് സാംബ്ല ബസ് സ്റ്റാൻഡിന് സമീപം. ഭാരത് ജോഡോ യാത്രയിലടക്കം സജീവമായിരുന്നു ഹിമാനി.